അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് മരിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ താനേറെ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെയും മകളെയും അമ്മയെയൊന്നും വിട്ടിട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ്. ഞാനൊരിക്കൽ പോലും ചിന്തിച്ചില്ല എന്റെ പൊന്നുമക്കളെ ഞാൻ ഞാൻ എല്ലാരും കൊണ്ടാണ് അവരെ തേടുന്നത്. ഭഗവാനെ, ഈ പൊടിക്കുഞ്ഞിന് പോലും എനിക്ക് ഞാൻ അല്ലെന്ന് വേല ചെയ്ത് കൊടുക്കണമെന്നാണ് എന്റെ വീതി. വിവാഹം കഴിഞ്ഞ് 2 മാസമൊക്കെ നല്ലപോലെ തന്നെയായിരുന്നു. ഞാനോട് വളർത്തിയതാണ്. ഇപ്പം അവരിങ്ങനെ കഴിക്കാൻ വയ്യ സാറേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂർ കുറുമണ്ടലാണ്. ഇവിടെ 25 വയസ്സുള്ള സുജിത്ത് എന്ന ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വിസ്മയ മാധ്യമം ഇവിടെ വന്ന് ഈ വാർത്ത ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ നിങ്ങൾ സഹായിക്കുമെന്ന്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ എന്തൊക്കെയോ കൊണ്ട് അതിനകത്ത് അദ്ദേഹം വേദന തിന്നുകൊണ്ട് ഓരോ ദിവസവും കഴിഞ്ഞു പോകുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് മരിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ താനേറെ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെയും മകളെയും അമ്മയെയൊന്നും വിട്ടിട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, നമ്മുടെ പ്രേക്ഷകർക്ക് മാത്രമേ കഴിയൂ എന്നൊരു ബോധ്യമുണ്ടാകണം. ഈ വാർത്ത പുറത്തു വരുമ്പോൾ നിങ്ങൾ സഹായിക്കണം. ഇത് സുജിത്ത് എന്ന മകൻ്റെ അമ്മയാണ്. ഒരുപക്ഷെ ഈ അമ്മയ്ക്കരികിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയം തകർന്നു പോകും. കാരണം നമുക്ക് നമ്മുടെ അമ്മയെപ്പോലെയാണ്. എനിക്ക് എൻ്റെ പൊന്നു പോലെ തിരിച്ചു തന്ന നാട്ടുകാരാണ് എന്നെ ഇപ്പോഴും വരെ സഹായിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം പോലും ഇല്ല. ഈ കുട്ടിക്ക് ഇറങ്ങി ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈ കുട്ടി ആര് നോക്കും, ആരെ ഏൽപ്പിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വീട്ടുവേല ചെയ്തതാണ് എൻ്റെ മക്കളെ ഞാൻ പോറ്റി കൊണ്ടുപോകുന്നത്. എന്നെ കഴിയുമെങ്കിൽ എൻ്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തി തന്നാൽ മതി. എനിക്ക് ദൈവം ഇതാണ് വിധി തന്നത്. ഞാനൊരിക്കൽ പോലും ചിന്തിച്ചില്ല എന്റെ പൊന്നുമക്കളെ ഞാൻ ദൈവം ശിക്ഷിക്കുന്നു. ഞാൻ എല്ലാരും കൊണ്ടാണ് അവരെ തേടുന്നത്. ഭഗവാനെ, ഈ പൊടിക്കുഞ്ഞിന് പോലും എനിക്ക് ഞാൻ അല്ലെന്ന് വേല ചെയ്ത് കൊടുക്കണമെന്നാണ് എന്റെ വീതി. എന്റെ പൊന്നുമോ വേദന എടുത്ത് കിടക്കുന്ന എന്നോട് പറയത്തില്ല. എന്റെ മോൻ ഞാൻ ചോദിക്കുമ്പോ മിണ്ടൂല. എന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തി തരാണ് എല്ലാരും കൂടെ. അല്ല, ഇത് എൻ്റെ ആങ്ങളുടെ മോനാണ്. ഞങ്ങളാണ് അവനെ എടുത്ത് വളർത്തി. നമ്മൾ ഫോണെടുത്തും വരുന്നതൊക്കെ ഞങ്ങൾ കൊണ്ടുപോവുകയും വരികയും ചെയ്യും. ഒരു പെങ്ങളൻ, അവനൊരു അനിയത്തിയുണ്ട്. അവർ രണ്ടുപേരും ഞങ്ങളാണ് വളർത്തിയും കൊണ്ടുപോവുകയും വരികയൊക്കെ ചെയ്തത്. ഇപ്പം ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തിനു പറയണം, എന്തിനു ചെയ്യണം നമുക്കറിയാൻ വയ്യോ. അവരുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളടുത്തൊക്കെ പറഞ്ഞത് ഒരുപാട് താമസിച്ചാണ് അവർ ഞങ്ങളടുത്ത് ഇത് പറഞ്ഞത് തന്നെ. അപ്പോഴും ഞങ്ങൾ അയൽക്കാർ മൊത്തം അറിയുന്നത് തന്നെ. ഞങ്ങളെല്ലാം പിണക്കത്തിലിരുന്നത് കൊണ്ട് ഞങ്ങളാരും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തിനു ചെയ്യണം, എന്തിനു പറയണം നമുക്ക് അറിഞ്ഞില്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്താണ് എൻ്റെ ചെറുമോനാണ്, എൻ്റെ കൊച്ചുമോനാണ്, മോൻ്റെ മോൻ. ഞാനാണ് വളർത്തിയതല്ല. ഇപ്പം അവരിങ്ങനെ പനി കഴിക്കാൻ വയ്യ സാറേ. നമുക്കിതുപോലുള്ള സങ്കടങ്ങൾ കാണുമ്പോൾ അത് സഹിക്കുവാൻ കഴിയില്ല. എനിക്കെൻ്റെ അമ്മയെ സഹോദരിയെ പോലെ തോന്നും. ഞാനെപ്പോഴും പറയുന്നതാണ്, ഇവിടെ ആ മകൻ ജീവിതത്തിലേക്കൊന്ന് കടന്നിട്ട് പോലുമില്ല. അതെ, എൻ്റെ ചേട്ടന് 1 വർഷമായിട്ട് കിടപ്പാണ്. ആദ്യം ഞങ്ങൾക്ക് രോഗം എന്തോന്നും അറിയത്തില്ലായിരുന്നു. ഇത് മോളാണ്. അപ്പം 1 വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഇങ്ങനെ ക്യാൻസറിൻ്റെ ഇതാണ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നട്ടലിൻ്റെ സൈഡിലായിട്ടൊരു മുഴ വളർന്നു വരികയായിരുന്നു. അപ്പം അന്ന് ചെയ്തപ്പോഴത്തേക്കും ഇല്ലെന്നാണ് പറഞ്ഞത്. 1 വർഷം. അന്ന് ചെയ്തപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് മെഡിക്കൽ കോളേജ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല.
പിന്നെ നമ്മളും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ 1 വർഷം കൊണ്ട് വേദനയാണ്. നട്ടെല്ലിലായതുകൊണ്ട് ഭയങ്കര വേദന ആയതുകൊണ്ട് പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അപ്പോൾ രണ്ടാമതും ക്യാൻസറിന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അന്നും ഇല്ലെന്നാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ ചെയ്തപ്പം. അത് കഴിഞ്ഞ് RCC ചെയ്യണമെന്ന് പറഞ്ഞപ്പം അവിടെ ഞങ്ങൾ പോയി ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ പറയുന്നു ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നട്ടെല്ല് തളർന്നു പോവും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വേറെ ചികിത്സകളൊക്കെ ചെയ്യാമെന്നും എല്ലാം പറഞ്ഞ് നമ്മളെ ഇങ്ങ് വിട്ട് അതിനുശേഷം ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും നമ്മൾ പോയി. RCCന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെയും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് അവരുടെ അടുത്ത് ചോദിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവർ തിരുവനന്തപുരം ചിത്ര ഹോസ്പിറ്റലിലോട്ട് ഞങ്ങളെ വിട്ട്. അപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഏറ്റെടുത്ത് അതിപ്പം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തളർന്നു പോകും, അല്ലെങ്കിൽ അത്ര ഒരുപാട് പ്രശ്നമുണ്ട് അതിൻ്റെ ഇതിൽ. മുഴയെന്ന് പറയുന്നത് വാരിയെല്ലിൻ്റെയും നട്ടലിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പം 3 ഓപ്പറേഷനായിട്ടാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റേഷൻ ചെയ്യണം നട്ടലിൽ, പിന്നെ 3 ഓപ്പറേഷൻ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. 25 വയസ്സ്. എനിക്ക് 20 വയസ്സ്. വിവാഹം ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അന്നോട്ട് വിവാഹം കഴിഞ്ഞ് 2 മാസമൊക്കെ നല്ലപോലെ തന്നെയായിരുന്നു. കുഞ്ഞിലെ ഞങ്ങളെ അപ്പൂപ്പനമ്മൂനെ വളർത്തിയത്. എൻ്റെ 8 വരെ പഠിപ്പിച്ച്. 8 എഴുതാൻ പറ്റില്ല. പ്ലസ് കഴിഞ്ഞ് 8 കൊണ്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇങ്ങനെ ആയത്. ജേഷന് പോന്നു. ഇപ്പോഴല്പം വിഷമം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വിട്ടില്ല. അത് അച്ഛൻ സുഖമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. എന്താ പറയാൻ, ഇതിങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പം ഇത്രയും ലക്ഷം രൂപ അവർക്ക് വേണം. അവർക്ക് അതിനുള്ള ഒരു സോഴ്സ് ഇല്ല. എല്ലാവരും കൂടി സഹായിച്ചാൽ മാത്രമേ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും കൂടി ചേർന്നൊക്കെയാണ് ആശുപത്രിയിൽ പോകാനൊക്കെ പൈസയൊക്കെ പിരിച്ചു കൊടുത്തതും എല്ലാം. അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചി രക്ഷപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ ഒന്നിച്ചു. അവർക്കൊരു കുഞ്ഞ് പിറന്നു. പക്ഷേ എതിർത്ത് നിന്ന മനുഷ്യരെയെല്ലാം തോൽപ്പിക്കുവാൻ കഴിഞ്ഞു. ഇവിടെ വിധിക്ക് മുന്നിൽ തോറ്റുപോകുന്ന ഒരവസ്ഥയിലേക്കാണ്. വിധിയെപ്പോലും തോൽപ്പിച്ച ചരിത്രം വിസ്മയ എന്ന മാധ്യമത്തിന്റെ പ്രേക്ഷകർക്കുണ്ട്. അതുകൊണ്ട് ഈ 25 വയസ്സുള്ള മകന്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടി നമ്മളൊന്ന് ഒരുമിക്കണം. അറിയാൻ കഴിഞ്ഞത് 10 ലക്ഷം രൂപയോളം വേണമെന്നാണ്. നമ്മുടെ പ്രേക്ഷകരുടെ പോലും ഹൃദയം തകർക്കുന്ന വേദന തന്നെയാണ്. ഇവിടെ നമ്മുടെ പ്രേക്ഷകർ ഒന്നിക്കണം. ഇനി നമുക്ക് മുന്നിൽ സമയമില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. വിസ്മയ എന്ന മാധ്യമം ഇവിടെ എത്തുന്നവരെ മാത്രമാണ് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത്. കാര്യം അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി ഒന്നിടപെടുവാൻ വേണ്ടി മറ്റാരുമില്ല. ഇവിടെയുള്ള ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരാണ് നിങ്ങളെ വിളിച്ചത്. എനിക്ക് അതിനുള്ള ഈ പയ്യൻ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പയ്യനാണ്. നല്ലൊരു പയ്യനാണ്. ദുശീലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. എല്ലാവരും ചേർന്ന് പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ്റെ ജീവിതം രക്ഷപ്പെടും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. ചെറുപ്രായം ആ കൊച്ചിൻ്റെ ഈ പൊടി കൊച്ചു നോക്കി, ഈ പൊടി കൊച്ച് ഒരു വലിയ സാഹചര്യമാണ്. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, ഈ വാർത്ത അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇടപെടണം. ഇവിടെ സുജിത്ത് എന്ന 25 വയസ്സുകാരൻ നമുക്ക് പിന്നിൽ കാണുന്ന ഈ കൂരയ്ക്കുള്ളിൽ വേദന തിന്ന് കഴിയുകയാണ്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വന്നാൽ നിങ്ങൾ ഒരു നിമിഷം പോലും വൈകാതെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം. അതാ മകൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മാത്രം. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.